നമ്മുടെ ആരൂട്ടൻ ഇന്ന് എങ്ങനെയാണ് റാഗി പൊടിച്ച് വയ്ക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം റാഗി ഞാനൊരു 1/2 കിലോ റാഗിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയായിട്ട് കഴുകി കല്ലും മണ്ണും ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കി വെച്ചേച്ച് അത് വെള്ളം വാലാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഞാൻ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ചധികം സമയം വെള്ളം വാലാൻ വേണ്ടി വെക്കണം. അതിനുശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പം ഞാൻ 2 പാത്രത്തിലാക്കിയാണ് വെയിലത്ത് വെച്ച് ഉണക്കുന്നത്. മഴയാണ് എങ്കിലും ചെറിയൊരു വെയിൽ വന്നപ്പോഴത്തേക്കിനും ഞാൻ ഉണക്കിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ ആരൂട്ടൻ്റെ ഫേവറിറ്റ് കുറുക്കുകളിലൊന്നാണ് റാഗി കുറുക്കെന്ന് പറയുന്നത്. ആരൂട്ടന് മാത്രമല്ല, എൻ്റെ ആത്തൂട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ആത്തൂട്ടൻ എന്ന് പറയുന്നത്. ആത്തൂട്ടനല്ല, ആരൂട്ടൻ സ്പൈക്കനാണ്. മുടി അങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ബേബീനെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആരൂട്ടൻ ഭയങ്കര കളിയിലാണ്. അങ്ങനെ നമ്മുടെ റാഗി വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനൊരു 4-5 തവണയായിട്ടാണ് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ പൊടിച്ചെടുത്ത റാഗി എന്ന് പറയുന്നത് അരിച്ചെടുക്കും ഇനി. അപ്പോൾ അങ്ങനെ അതും ഒരു 2-3 തവണയായിട്ടാണ് ഞാൻ അരിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം അതൊരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റും. ആ ബോട്ടിലെന്ന് പറഞ്ഞാൽ 1/2 കിലോയുടെ ബോട്ടിലാണ്. പക്ഷേങ്കിൽ നമ്മളതിൻ്റെ റാഗി പൊടിച്ച് അതിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചതൊരു 3/4 കാണുന്നത്. അപ്പോൾ ഇത് ഞാനും എൻ്റെ മൂത്ത കുട്ടിയും ആരൂട്ടനെ നമ്മൾ 3 പേരും ഇത് റാഗി കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഉണക്കമാങ്ങ ഇരിക്കുന്നതും കൂടി അച്ചാറിട്ട് വയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ അതിന് വെളുത്തുള്ളി, ഇഞ്ചിയും ഉണക്കമുളകും എല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ മൺചട്ടിയാണ് എടുക്കുന്നത്. മൺചട്ടിയിലേക്ക് കടുകെണ്ണയിലാണ് ഇടുന്നത്. അങ്ങനെ കടുകെണ്ണ അതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം കടുകും ഉലുവയും ഇട്ടു. പക്ഷെ വളരെ പതുക്കെയാണ്, മൺചട്ടി ആയതുകൊണ്ട് വളരെ പതുക്കെ ഈ കടുക് പൊട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് വഴറ്റുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർക്കും കേട്ടോ. വെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ട് തിളച്ച് വാറ്റിക്കും, എണ്ണ തെളിയുന്നിടം വരെ. അതിനുശേഷം ഉണക്കമാങ്ങ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അച്ചാറെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഉണക്കമാങ്ങ അച്ചാർ നമ്മൾ ബോട്ടിലിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.